അന്യഗ്രഹ ജീവികളും ഉണ്ടാവുമല്ലോ ഇത്തരം ഗ്രഹങ്ങളിൽ. അത്തരം അനുഗ്രഹ ജീവികളുടെ ഒരു സാന്നിധ്യം മനുഷ്യവാസയോഗ്യമായ ജീവൻ ഉൽപ്പാദിക്കാൻ കഴിയുന്ന ഗ്രഹങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ജീവി ഏത് തരത്തിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ചിലപ്പോൾ മൈക്രോബിന്റെ അവസ്ഥയിലായിരിക്കും. ഭൂമിയിൽ ജീവൻ തുടങ്ങിയത് ആദ്യം വന്ന ജീവികളിൽ എന്താണെന്ന് നമുക്കറിയാം. അതൊരു സെൽഫ് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോട്ടീൻ തന്മാത്രയായിരുന്നു. അത്തരം രീതിയിലാണോ നിൽക്കുക, അതോ ഇവോൾവ് ചെയ്ത് ഇന്നത്തെ കാണുന്ന ചെടികളെയും മനുഷ്യന്റെ രൂപത്തിൽ അവ മാറിയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് പറയാനാവില്ല. ഇപ്പൊ നാസ എടുത്ത ചിത്രങ്ങളിൽ ഡീപ് ഫോട്ടോസിൽ ഈ അന്യഗ്രഹ ജീവികൾ വന്നു പോകുന്നുണ്ടെന്നും UFOകളെ കാണുന്നുണ്ടെന്നും ഒക്കെ ഒരിക്കൽ ട്രംപ് പോലും പറഞ്ഞു. അതെനിക്കറിയില്ല. എനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് എന്ത് പറയാം. നമ്മുടെ ദൃഷ്ടിയിൽ ISROയുടെ ദൃഷ്ടിയിൽ ഏലിയൻസ് ഉണ്ടായിട്ടില്ലേ? ISRO ഏലിയൻസിനെ കുറിച്ച് അങ്ങനെ പഠിക്കുന്നൊന്നുമില്ല. പഠിക്കുന്നില്ല. ഇല്ല. കാരണം ആ ഏലിയൻസ് എന്ന് പറയുന്നത് മനുഷ്യരല്ലാത്ത ബുദ്ധിപരമായ ഉന്നതത്തിലെത്തിയ ജീവികൾ നമ്മളെ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണല്ലോ ഏലിയൻസ് ഉണ്ടായത്. ISROയുടെ പഠനം ഇന്ന് ഈ മേഖലയിൽ രണ്ട് കാര്യങ്ങളിലാണുള്ളത്. ഒന്ന്, മനുഷ്യനിൽ ഇത് ഈ ജീവന്റെ ഉൽപ്പത്തി എങ്ങനെ ഉണ്ടായതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ടീം ഇന്ന് നമുക്കുണ്ട്. അവർ പഠിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് എങ്ങനെ ഈ ആസ്ട്രോയിഡ് ഇമ്പാക്ട് മുതലായ ഇവന്റുകൾ ഇത്തരം കോംപ്ലക്സ് പ്രോട്ടീൻ മോളിക്യൂളുകളെ സെൽഫ് റിപ്രൊഡ്യൂസിങ് മോളിക്യൂളുകളെ സിന്തസ് ചെയ്യാൻ പറ്റും. കാർബണേഷ്യസ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഓക്സിജനും കൂടെ അടങ്ങിയിട്ടുള്ള നൈട്രജൻ അടങ്ങിയിട്ടുള്ള തന്മാത്രകളെ, കോംപ്ലക്സ് തന്മാത്രകളെ നിർമ്മിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള ഭൂമിയിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്. മറ്റു ചിലര് സ്പേസിൽ നിന്നുള്ള സാമ്പിളുകൾ കൊണ്ടുവന്ന് അതിനെ നോക്കിക്കണ്ട് ആ സാമ്പിളുകളിൽ ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്ന് അറിയാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഈ രണ്ട് പഠനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. എക്സോ സോളാർ പ്ലാനറ്റുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്.